മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതികരണവുമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ. ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് തങ്ങളെ കൂടി കുത്തിക്കൊല്ലണം എന്ന് രാജേന്ദ്രൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. 3.5 വർഷമായി വേദനയിൽ കഴിയുന്ന കുടുംബത്തെ ഓരോന്ന് പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും കുത്തിനോവിക്കുകയാണെന്നും അന്ന് കൊലപാതകം നിഷേധിച്ചവർ തന്നെ ഇന്ന് തങ്ങളാണ് ധീരജിനെ കൊന്നതെന്ന് ഏറ്റുപറയുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ഗാന്ധിയൻ ആശയങ്ങളിലൂടെ നടന്ന് ഏകദേശം 45 വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഇക്കാലം അത്രയും കോൺഗ്രസിനും സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ എന്റെ മകൻ ധീരജിന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ് പറയണം. 3.5 വർഷത്തിലധികമായി ഞങ്ങൾ ഇവിടെ വേദനയിലും ദുഃഖത്തിലും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കുത്തി നോവിക്കുകയാണ്. നേരത്തെ ധീരജിനെ കൊന്നത് അവരല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവർ തന്നെ പറയുന്നു ധീരജിനെ കൊന്നത് അവരാണെന്ന്. അവരുടെ കയ്യിൽ ആ കത്തിയുണ്ടെങ്കിൽ ആ കത്തി കൊണ്ടുവന്ന് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലണം. അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെല്ലാം. ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകളുണ്ട് ഇവിടെ. ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലാൻ കോൺഗ്രസ് നിങ്ങൾ തയ്യാറാക്കണം. അത്രയ്ക്കും വേദനയുണ്ടെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. വർഷത്തിലധികമായി ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും സങ്കടവും അതിനൊന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന ഒരു പ്രകടനത്തിൽ ധീരജിനെ കുത്തിയ കത്തി അവരുടെ കയ്യിലുണ്ട് എന്ന പ്രകോപനപരമായ പ്രകടനം അവർ നടത്തുകയുണ്ടായി. ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം 45 വർഷത്തിലധികം കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകമെന്ന് ഈ കോൺഗ്രസുകാർ കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ധീരജിനെ കുത്തിയ കത്തിയുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകളെ കൂടി ഇവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് ഈ കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടും എനിക്ക് വേദനയോടെ സങ്കടത്തോടെ പറയുവാനുള്ളത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യം. ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യമുണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ വധഭീഷണിയും മുദ്രാവാക്യത്തിലുണ്ട്. പ്രകടനത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. 2022 ജനുവരി 10 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത്. ക്യാമ്പസിന് പുറത്തുവെച്ചാണ് ധീരജിനും മറ്റ് 2 പേർക്കും കുത്തേറ്റത്. യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെ 8 പേരായിരുന്നു കേസിലെ പ്രതികൾ. അറസ്റ്റിലായ 87 ദിവസങ്ങൾക്കുള്ളിൽ നിഖിൽ പൈലിക്ക് ജാമ്യം ലഭിച്ചിരുന്നു.